അപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേഗമേറിയ ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. ശരി. നിങ്ങളുടെ റെക്കോർഡുകളൊക്കെ തിരുത്തി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നിങ്ങൾ ആ ഫിനിഷിംഗ് ലൈൻ കടക്കുന്നു. അപ്പോ സ്വാഭാവികമായും വലിയ സന്തോഷം തോന്നേണ്ട നിമിഷമാണല്ലോ അത്. അതെ, പക്ഷെ അവിടെ എത്തുമ്പോഴാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ മത്സരത്തിൽ നിന്ന് സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ. കേൾക്കുമ്പോൾ തന്നെ വലിയ വൈരുദ്ധ്യമായി തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പാരദ്വീപ് ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് അഥവാ PPL എന്ന വളം നിർമ്മാണ കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന നിക്ഷേപകർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതേ ഒരു ആശയക്കുഴപ്പമാണ്. തീർച്ചയായും. ഒരു വശത്ത് നോക്കുമ്പോൾ റെക്കോർഡ് വരുമാനം, എന്നാൽ മറുവശത്ത് ലാഭത്തിൽ വലിയ ഇടി. ഇതല്ലേ പ്രധാന പ്രശ്നം? ഇതിലേക്ക് ഈ റിപ്പോർട്ടുകളുടെ ഉള്ളുകള്ളികൾ ഞങ്ങൾ എത്തിക്കുകയാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ കമ്പനിയുടെ ഭാവിയെ നിങ്ങൾ എങ്ങനെ നോക്കി കാണണം? ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കണക്കുകൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? വിവരങ്ങളുടെ അതിപ്രസരമൊന്നുമില്ലാതെ ഈ സാമ്പത്തിക റിപ്പോർട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലളിതമായി നിങ്ങൾക്ക് ഈ ഇൻഡെപ്ത് ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാം. ഈ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ ആരെയും ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണയായി ഒരു കമ്പനിയുടെ പ്രകടനം അളക്കുമ്പോൾ എപ്പോഴും ലാഭവും നഷ്ടവും മാത്രം നോക്കിയൊരു തീരുമാനത്തിലെത്താറാണല്ലോ പതിവ്. അതെ, ലാഭം കൂടിയാൽ കമ്പനി സൂപ്പർ, കുറഞ്ഞാൽ മോശം, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കാറ്? കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ പാരദ്വീപ് ഫോസ്ഫേറ്റ്സിന്റെ കാര്യത്തിൽ അക്കങ്ങൾക്ക് പിന്നിലെ കഥ അത് വളരെ വലുതാണ്. അപ്പോ നമുക്ക് ആ സാമ്പത്തിക വർഷം 26-ലെ, അതായത് FY26-ലെ റെക്കോർഡ് വളർച്ചയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വർഷം PPBLന്റെ വരുമാനം 29% വർദ്ധിച്ച് 21,826 കോടി രൂപയിലെത്തി. വലിയൊരു കുതിപ്പ് തന്നെയാണത്. അതെ. അതുപോലെ നികുതിക്ക് ശേഷമുള്ള ലാഭം അഥവാ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അത് 52% വർദ്ധിച്ച് 997 കോടിയായി. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വാക്ക് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇബിറ്റ എന്നതാണ്. ഇബിറ്റ, EBITDA. അതെ, ഈ ഇബിറ്റ 33% ഉയർന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഡിസ്കഷൻ കേൾക്കുന്നൊരു വ്യക്തിക്ക് ഈ ഇബിറ്റ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാണെന്ന് ആദ്യം ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും പറയാം. അതായത് ഈ ഇബിറ്റ എന്നത് ഒരു കമ്പനിയുടെ അടിസ്ഥാന ബിസിനസ് എത്രത്തോളം മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു അളവുകോലാണ്. തങ്ങളുടെ പ്രധാന ഉൽപ്പന്നം വിട്ട് കമ്പനി എത്ര രൂപ ലാഭമുണ്ടാക്കി എന്നതാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ബിസിനസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണല്ലേ ഇത്? അതെ. PPLന്റെ കാര്യത്തിൽ ഇത് 33% വർദ്ധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. അതായത് വളം നിർമ്മിച്ചു വിൽക്കുക എന്ന അവരുടെ പ്രധാന ജോലി അവർ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് സാരം. അവരുടെ ആ അടിസ്ഥാന ബിസിനസ് മോഡലിന് യാതൊരു കുഴപ്പമില്ല അല്ലേ? അതെ, ഒരു കുഴപ്പവുമില്ല. അതിൽ അവർ ശക്തരാണ്. പിന്നെ ഈ മികച്ച പ്രകടനത്തിനു പിന്നിലെ മറ്റൊരു പ്രധാന കാരണം അവരുടെ പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമതയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനിയുടെ എല്ലാ പ്ലാന്റുകളിലും ഏതാണ്ട് 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അവർ കൈവരിച്ചു കഴിഞ്ഞു. 100% എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതെ, അതായത് ഒരു പ്ലാന്റിൽ നിന്ന് എത്രത്തോളം ഉൽപാദനം സാധ്യമാകുമോ അത്രയും അവർ നേടിയെടുക്കുന്നുണ്ട്. മെഷീനുകളൊന്നും വെറുതെ കിടക്കുന്നില്ല, എല്ലാം മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു. ഇത് വളരെ പോസിറ്റീവായൊരു ചിത്രമാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ശരിയാണ്. പക്ഷേ ഇവിടെയാണ് ആ വലിയ ചോദ്യം വരുന്നത്. ഇതെല്ലാം ഇത്രയും മികച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ, അതായത് Q4-ൽ കമ്പനിയുടെ ലാഭം 9.6% ഇടിഞ്ഞ് വെറും 155 കോടി രൂപയിലേക്ക് കൂപ്പുകുത്തിയത്? അവിടെയാണ് പ്രശ്നം. അടിസ്ഥാന ബിസിനസ് ഇത്രയും മികച്ചതായിട്ടും എന്താണ് അലാഭത്തെ കാർന്നുതിന്നുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പലിശയുടെയും കടത്തിന്റെയും വില്ലൻ വേഷം പുറത്തുവരുന്നത്. നോക്കൂ, കമ്പനിയുടെ വരുമാനം കൂടുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അവരുടെ ചിലവുകളും വർദ്ധിക്കുന്നുണ്ട്. അതായത് ചിലവ് വരുമാനത്തെ മറികടക്കുന്നു എന്ന്. അതെ. ഒരു കമ്പനിയുടെ വരുമാനത്തിൽ നിന്ന് ചിലവുകളെല്ലാം കഴിച്ച് ബാക്കി കിട്ടുന്ന ലാഭവിഹിതത്തെയാണല്ലോ നമ്മൾ പ്രോഫിറ്റ് മാർജിൻ എന്ന് വിളിക്കുന്നത്. Q4-ൽ കമ്പനിയുടെ മാർജിനുകളെ അക്ഷരാർത്ഥത്തിൽ ഞുരുക്കിക്കളഞ്ഞത് വർദ്ധിച്ചുവരുന്ന പലിശബാധ്യതയാണ്. പലിശബാധ്യത അല്ലേ? അതെ. 4-ാം പാദത്തിൽ മാത്രം അവരുടെ പലിശബാധ്യത
ഒരു റെക്കോർഡ് തുകയായ 156 കോടി രൂപയായിരുന്നു. ഇത് മുൻപാദത്തേക്കാൾ 23% കൂടുതലാണ്. ഓ, അപ്പോ ഈ ഇബിറ്റ എത്ര മികച്ചതാണെങ്കിലും കാര്യമില്ല. സത്യം. ഇബിറ്റ എത്ര മികച്ചതാണെങ്കിലും അതിൽ നിന്ന് ഇത്രയും വലിയൊരു തുക പലിശയായി ബാങ്കുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ ബാക്കിയാകുന്ന ലാഭം വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോ വലിയൊരു വരുമാനമുണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സിംഹഭാഗവും പലിശയടയ്ക്കാനായി മാത്രം പോകുകയാണ്. അതുകൂടാതെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും അവരെ സാരമായി ബാധിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായുമുണ്ട്. ഈ അസംസ്കൃത വസ്തുക്കളുടെ കാര്യം പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം കേവലം കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഇതൊരു ആഗോള വിഷയമാണ്. കമ്പനിയുടെ ലാഭം കുറയുന്നതിന് മിഡിൽ ഈസ്റ്റിലെ ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ട്. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണൊരു വളം നിർമ്മാണ കമ്പനിയും വിദേശത്തെ പ്രശ്നങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ആഗോള രാഷ്ട്രീയവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണല്ലോ. വളം നിർമ്മാണ വ്യവസായത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് അമോണിയ, പിന്നെ സൾഫർ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളാണ്. അതെ. നമ്മുടെ രാജ്യത്തിനാവശ്യമായ ഇതിന്റെ ഭൂരിഭാഗവും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. വിശേഷിച്ചും ഹോർമോസ് കടലിടുക്ക്, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വഴിയാണ് ഈ വ്യാപാരം കൂടുതലായും നടക്കുന്നത്. അതൊരു നിർണായക പാതയാണല്ലോ. വളരെ നിർണായകമാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദ്രപാതയാണിത്. അവിടെ എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടായാൽ അതുവഴി വരുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ കൂടും. ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഇരട്ടിയാകും. ചിലപ്പോൾ കപ്പലുകൾക്ക് ആ വഴി വരാൻ തന്നെ സാധിക്കാതെ വരും, അല്ലേ? അതെ. ആഗോളതലത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന യൂറിയയുടെ 1/3 ഭാഗവും കടന്നുപോകുന്നത് ഈ ഒരൊറ്റ വഴിയിലൂടെയാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോ ഹോർമോസ് കടലിടുക്കിലെ ഒരു ചെറിയ പ്രതിസന്ധി എങ്ങനെയാണ് നിങ്ങളുടെ നിക്ഷേപത്തെയും ഇന്ത്യയിലൊരു സാധാരണ കർഷകനെയും ബാധിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കാണും. ശരിയാണ്. അസംസ്കൃത വസ്തുക്കളുടെ വില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ കമ്പനികൾക്ക് ഉയർന്ന വിലയ്ക്ക് വളം വിൽക്കേണ്ടിവരും. എന്നാൽ കർഷകർക്കത് താങ്ങാനാകില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? സർക്കാർ ഇടപെടേണ്ടി വരും. അതെ, സർക്കാർ ഇടപെടും. ഈ പ്രതിസന്ധികൾ കാരണം വളം സബ്സിഡി ഇനത്തിൽ സർക്കാരിന്റെ ബാധ്യത 70,000 കോടി രൂപ വർദ്ധിച്ച് 2.41 ലക്ഷം കോടിയാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അതൊരു ഭീമമായ തുകയാണ്. വളരെ വലുതാണ്. ഇത് സർക്കാരിനും കമ്പനികൾക്കും വലിയൊരു തലവേദനയാണ്. പക്ഷേ ഈ പ്രതിസന്ധിക്കിടയിലും PPL നടത്തിയ ചില തന്ത്രപരമായ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അതെ, ഒരു മികച്ച മാനേജ്മെന്റ് ഇത്തരം സന്ദർഭങ്ങളിലാണ് അവരുടെ കഴിവ് തെളിയിക്കുന്നത് കേട്ടോ. മിഡിൽ ഈസ്റ്റിലെ സപ്ലൈ ചെയിൻ തകർന്നപ്പോൾ അവർ അതിവേഗം പ്ലാൻ ബിയിലേക്ക് മാറി. അതൊരു മിടുക്കാണ്. അമോണിയ ഇപ്പോൾ അവർ കൂടുതലായും കൊണ്ടുവരുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പുതിയ മാർഗങ്ങളിലൂടെ ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റ് പോർട്ടുകൾ വഴി കൃത്യമായി അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. സൾഫറിന്റെ കാര്യത്തിലും അവർ ഈ തന്ത്രം ആവർത്തിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇപ്പോൾ സൾഫർ പൂർണ്ണമായും ആഭ്യന്തര റിഫൈനറികളിൽ നിന്നാണ് അവർ വാങ്ങുന്നത്. ഉദാഹരണത്തിന് അവരുടെ മംഗലാപുരം പ്ലാന്റിനാവശ്യമായ 100% സൾഫറും തൊട്ടടുത്തുള്ള MRPL, അതായത് മംഗലാപുരം റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുമാണ് അവർ ശേഖരിക്കുന്നത്. അതെ, അതൊരു മികച്ച ലോക്കൽ സോഴ്സിംഗ് ആണ്. അതുപോലെ പാരദീപ് പ്ലാന്റിനു വേണ്ട സൾഫറിന്റെ 20 മുതൽ 30% വരെ IOCLൽ നിന്നും വാങ്ങുന്നു. വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി കാത്തിരുന്ന് സമയം കളയാതെ വളരെ കൃത്യമായ ഒരു ഇൻവെന്ററി മാനേജ്മെന്റാണ് അവർ നടപ്പിലാക്കിയത്. ഇത് വളരെ നിർണായകമായൊരു നീക്കമായിരുന്നു. കാരണം എന്താ പറയാ, ഇന്ത്യയില് കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ സ്റ്റോക്ക് ഉറപ്പാക്കാൻ ഈ ലോക്കൽ സോഴ്സിംഗ് അവരെ സഹായിച്ചു. സമയബന്ധിതമായ തീരുമാനം. അതെ. സപ്ലൈ ചെയിനിലെ ചാഞ്ചാട്ടങ്ങളെ എത്രത്തോളം വേഗത്തിൽ ഒരു കമ്പനി കൈകാര്യം ചെയ്യുന്നു എന്നത് അവരുടെ അതിജീവനശേഷിയുടെ തെളിവുകൂടിയാണ്. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേറൊരു രാജ്യത്ത് നിന്ന് വാങ്ങുന്നതിന് പകരം മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നു. ഇതെല്ലാം ഒരു പരിധിവരെ താൽക്കാലികമായ പരിഹാരങ്ങളല്ലേ? ഒരർത്ഥത്തിൽ അതെ. കാരണം ആത്യന്തികമായി അവർ മറ്റുള്ളവരെ ആശ്രയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ഈ ആശ്രയത്വം കുറയ്ക്കാൻ എന്താണ് കമ്പനിയുടെ പ്ലാൻ?
അവിടെയാണ് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്ന വാക്ക് നമ്മൾ ഈ റിപ്പോർട്ടുകളിൽ ഉടനീളം കാണുന്നത്. അതെ, ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ. എന്താണ് ശരിക്കും ഈ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? ലളിതമായി പറയാം, നിങ്ങളൊരു റെസ്റ്റോറന്റ് നടത്തുകയാണെന്ന് കരുതുക. ഓക്കെ. തുടക്കത്തിൽ നിങ്ങൾ പച്ചക്കറികളും മാംസവുമെല്ലാം മാർക്കറ്റിലെ പല കടകളിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. എന്നാൽ കടക്കാർ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ലാഭം കുറയും. അതെ, എന്റെ ചിലവ് കൂടുമല്ലോ. ഇതിനൊരു ശാശ്വത പരിഹാരമായി നിങ്ങൾ സ്വന്തമായി ഒരു കൃഷിയിടം തുടങ്ങുകയും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ബിസിനസ്സിൽ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. PPL ഇപ്പോൾ ചെയ്യുന്നതാണ്. ഓ, അതായത് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം സ്വന്തമായി ഉണ്ടാക്കുക. കൃത്യം. അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം അവർ സ്വന്തമായി അത് നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. ആ കണക്കുകൾ നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനകം തന്നെ മംഗലാപുരത്തും പാരദ്വീപിലുമായി പുതിയ സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അതെ, വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണത്. ഇതിലൂടെ കമ്പനിയുടെ കപ്പാസിറ്റിയിൽ 45% വർധനവാണുണ്ടായത്. അതായത് 0.6 MMTPA കൂട്ടിച്ചേർക്കാൻ അവർക്ക് സാധിച്ചു. മില്യൺ മെട്രിക് ടൺസ് പെർ ആനം, അതായത് ഒരു വർഷം 10 ലക്ഷം മെട്രിക് ടൺ. അതൊരു വലിയ സംഖ്യയാണ് കേട്ടോ. അതെ, 0.6 MMTPA എന്ന് പറയുമ്പോൾ ഏകദേശം 6 ലക്ഷം ടൺ ആസിഡാണ് അവർ ഒരു വർഷം സ്വന്തമായി നിർമ്മിക്കാൻ പോകുന്നത്. ഇത്രയും വലിയൊരു അളവ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് പകരം സ്വന്തമായി നിർമ്മിക്കുമ്പോൾ അവരുടെ ചിലവുകളിൽ വരുന്ന കുറവ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സത്യം. പിന്നെ ഈ ബാക്ക്വേർഡ് ഇന്റഗ്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫോസ്ഫോറിക് ആസിഡിന്റെ ഉൽപ്പാദനമാണ്. FY29ഓടെ, അതായത് 2029ഓടെ ഫോസ്ഫോറിക് ആസിഡ് ഉൽപ്പാദനം 1.0 MMTP ആയി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതായത് 10 ലക്ഷം ടൺ. അതെ, ഇത് പൂർത്തിയായാൽ 100% ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്ന ലക്ഷ്യത്തിൽ കമ്പനിയെത്തും. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ഒരു ടണ്ണിന് $180 വരെ ലാഭിക്കാൻ അവർക്ക് ഇതിലൂടെ കഴിയുമെന്നാണ്. ഒരു ടണ്ണിന് $180? അത് വലിയൊരു തുകയാണല്ലോ. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക അവർക്ക് ലാഭിക്കാൻ സാധിക്കുന്നത്? കേവലം ആ ഷിപ്പിംഗ് ചാർജ് കുറയുന്നതുകൊണ്ട് മാത്രമാണോ ഈ ലാഭം കിട്ടുന്നത്? അല്ലല്ല, ഇതിൽ സാങ്കേതികമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ വിദേശത്തുനിന്ന് ഈ ആസിഡുകൾ വാങ്ങുമ്പോൾ അത് നിർമ്മിക്കുന്ന കമ്പനിയുടെ ലാഭവിഹിതം കൂടി നൽകിയാണല്ലോ നമ്മൾ വാങ്ങുന്നത്. ആ, ശരിയാണ്. ഇടനിലക്കാരുടെ ഒരു ലാഭം. അതെ, സ്വന്തമായി നിർമ്മിക്കുമ്പോൾ ആ ഇടനിലക്കാരുടെ ലാഭം നമ്മുടേതായി മാറുന്നു. കൂടാതെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ വലിയ അളവിൽ താപം അഥവാ ചൂട് പുറത്തുവിടുന്നുണ്ട്. ഈ താപം ഉപയോഗിച്ച് പ്ലാന്റുകൾക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കമ്പനിക്ക് സാധിക്കും. അതായത് അസംസ്കൃത വസ്തു സ്വന്തമായി ഉണ്ടാക്കുന്നു, ഒപ്പം അതിൽ നിന്ന് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള ഊർജവും കണ്ടെത്തുന്നു. ഓഹോ, അത് വളരെ സമർത്ഥമായ ഒരു പ്ലാൻ ആണല്ലോ. അതെ, ഇത് ഉൽപ്പാദന ചെലവ് കുത്തനെ കുറയ്ക്കും. ഈ തന്ത്രത്തിലൂടെ FY27 തന്നെ 350 കോടി രൂപയുടെ അധിക എബിറ്റ നേടാൻ കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു പുറമെ മൊത്തം ഗ്രാനുലേഷൻ കപ്പാസിറ്റി 5.0 MMTPA ആയി ഉയർത്താനും അവർക്ക് പദ്ധതിയുണ്ട്. വളരെ മികച്ചൊരു പ്ലാനാണിത്. സ്വന്തം അടുക്കളയിൽ തന്നെ എല്ലാം പാകം ചെയ്യുന്നതുപോലെ. എന്നാൽ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ചോദിക്കൂ. സ്വന്തമായ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നതോടെ ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും കമ്പനി പൂർണ്ണമായും സുരക്ഷിതരാകുമോ? അതായത് പുറത്തു നടക്കുന്ന യുദ്ധങ്ങളോ വിതരണ തടസ്സങ്ങളോ ഒന്നും ഇനി PPLനെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാനാകുമോ? പൂർണ്ണമായും സുരക്ഷിതരാകും എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിലും ഈ ഫോസ്ഫോറിക് ആസിഡ് നിർമ്മിക്കാൻ അടിസ്ഥാനപരമായി വേണ്ട റോക്ക് ഫോസ്ഫേറ്റുകൾ അവർക്ക് പുറത്തുനിന്ന് തന്നെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ആശ്രയത്വമുണ്ട്. അതെ, ആഗോള വിപണിയിൽ അതിനു വില കൂടിയാൽ അത് കമ്പനിയെ ബാധിക്കും. പക്ഷേ മുൻപുണ്ടായിരുന്നതുപോലെ അതൊരു വലിയ ആഘാതമായിരിക്കില്ല എന്ന് മാത്രം. മനസ്സിലായി. ഒരു ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വില കൂടിയ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതിന് പകരം വീട്ടിൽ പാകം ചെയ്യുന്നു. പക്ഷെ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടുമ്പോൾ അത് നിങ്ങളുടെ ചിലവ് കൂട്ടുമല്ലോ. അതുപോലെയാണിതും. ആഘാതം കുറയ്ക്കാം, പക്ഷെ വിപണിയിലെ മാറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിച്ചോടാൻ ഒരു കമ്പനിക്കും കഴിയില്ല. അത് വ്യക്തമാണ്. അപ്പോൾ ഭാവി പദ്ധതികളും അതിലെ വെല്ലുവിളികളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതൊരു നിക്ഷേപകന്റെ കണ്ണിലൂടെ നോക്കാം.
അതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും മികച്ച ഭാവി പദ്ധതികളുള്ളൊരു കമ്പനിയായിട്ടും എന്തുകൊണ്ടാണ് ഓഹരി വില 52 ആഴ്ചത്തെ ഉയർന്ന നിരക്കായ 234 രൂപ 5 പൈസയിൽ നിന്ന് 45% ഇടിഞ്ഞു നിൽക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഈ ഓഹരിയുടെ വാല്യുവേഷൻ വളരെ ആകർഷകമായി തോന്നാം. കാരണം അവരുടെ PE റേഷ്യോ 12.87 ആണ്. ഫെർട്ടിലൈസർ വ്യവസായ ശരാശരി 23 മടങ്ങുള്ളപ്പോഴാണിത്. അതെ, ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് PE റേഷ്യോ, അതായത് പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ, വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പനി ഉണ്ടാക്കുന്ന 1 രൂപ ലാഭത്തിന് നിക്ഷേപകൻ എത്ര രൂപ ഓഹരി വിപണിയിൽ മുടക്കാൻ തയ്യാറാണ് എന്നാണിത് കാണിക്കുന്നത്. വ്യവസായ ശരാശരിയേക്കാൾ വളരെ താഴെയാണ് PPLന്റെ PE റേഷ്യോ. ഒറ്റനോട്ടത്തിൽ വളരെ കുറഞ്ഞ വിലയിൽ ഒരു നല്ല ഓഹരി കിട്ടുന്നു എന്ന് തോന്നാം. പക്ഷേ ഈ സംഖ്യകളുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഇതൊരു വാല്യൂ ട്രാപ്പാകാനും സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കുറഞ്ഞ വില കണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് വലിയൊരു കടബാധ്യതയെ മറച്ചുവെക്കുന്ന വെറുമൊരു മരീചികയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായും. കാരണം കമ്പനിയുടെ ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി വെറും 9.89% മാത്രമാണ്. നിക്ഷേപകർ മുടക്കുന്ന ഓരോ 100 രൂപയ്ക്കും 10 രൂപയിൽ താഴെ മാത്രമാണ് കമ്പനി തിരികെ ലാഭമായി നൽകുന്നത് എന്ന് സാരം. ഇത് നിക്ഷേപകരെ ആകർഷിക്കുന്ന ഒരു സംഖ്യയല്ല. അതെ, തീരെ ആകർഷകമല്ല. ഇതിനെല്ലാം ഉപരിയായി കമ്പനിക്കുള്ള വലിയ കടബാധ്യത ഡെപ്റ്റ് ടു ഇബിറ്റ റേഷ്യോ 6.39 ആണ്. ഇത് വളരെ അപകടകരമായ ഒരു നിരക്കാണ്. അതെ, സാധാരണഗതിയിൽ 3-4 ഒക്കെയാണ് സുരക്ഷിതമായ നിരക്കായി കണക്കാക്കുന്നത്. ഇത്രയും വലിയ കടമുള്ളതുകൊണ്ടാണ് വിദേശ നിക്ഷേപകർ അഥവാ FIIs തങ്ങളുടെ ഓഹരി പങ്കാളിത്തം കഴിഞ്ഞ വർഷത്തെ 13.97% നിന്ന് 8.36% ഒറ്റയടിക്ക് കുറച്ചത്. അവർക്ക് ഇത്തരം വലിയ കടബാധ്യതകളുള്ള കമ്പനികളിൽ താൽപ്പര്യമില്ല. അതെ, കടബാധ്യത തന്നെയാണ് ഇപ്പോൾ കമ്പനിയെ പിന്നോട്ട് വലിക്കുന്നത്. ഈ പുതിയ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വലിയ തോതിൽ മൂലധനം ആവശ്യമാണല്ലോ. അതിനായി അവരെടുത്ത വായ്പകളാണ് ഈ കടം വർദ്ധിപ്പിച്ചത്. അത് ന്യായമായൊരു കാരണമാണ്. പക്ഷേ വിദേശ നിക്ഷേപകർ പിൻവാങ്ങുന്നു എന്ന് കേട്ട് പൂർണ്ണമായും നിരാശരാകേണ്ടതില്ല. കാരണം S&P ഗ്ലോബൽ ESG റേറ്റിംഗിൽ PPL മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ESG റേറ്റിംഗ്. അതെ, പരിസ്ഥിതി, സാമൂഹികം, ഭരണം എന്നീ മേഖലകളിലെ സുസ്ഥിരത അളക്കുന്ന ഈ ESG റേറ്റിംഗിൽ അവർ 100-ൽ 76 സ്കോർ നേടി. അതെ, ആഗോളതലത്തിൽ കെമിക്കൽ സെക്ടറിലെ മികച്ച 2% അവർ ഉൾപ്പെട്ടു. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്താണ്? കടം കാരണം ലാഭം കുറയുമ്പോൾ ഈ ESG സ്കോർ കൊണ്ട് നിക്ഷേപകർക്ക് എന്ത് കാര്യമാണുള്ളത്? ഒരു മികച്ച റേറ്റിംഗ് കിട്ടിയതുകൊണ്ട് മാത്രം കമ്പനിയുടെ കടമില്ലാതാകില്ലല്ലോ. ശരിയാണ്, കടമില്ലാതാകില്ല. പക്ഷേ ആഗോള സ്ഥാപന നിക്ഷേപകർ ഇന്ന് വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഈ ESG റേറ്റിംഗ്. ഓഹോ. ഒരു കമ്പനി എത്രത്തോളം പ്രകൃതി സൗഹൃദപരമായാണ് പ്രവർത്തിക്കുന്നത്, ഭാവിയെ എത്രത്തോളം സുസ്ഥിരമായാണ് അവർ കാണുന്നത് എന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണിത്. പല വലിയ ഗ്ലോബൽ ഫണ്ടുകൾക്കും ഇത്തരത്തിൽ ഉയർന്ന സസ്റ്റൈനബിലിറ്റി സ്കോറുള്ള കമ്പനികളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ എന്ന കർശന നിർദ്ദേശങ്ങളുണ്ട്. അപ്പോ അതൊരു എൻട്രി ടിക്കറ്റ് പോലെയാണ്. കൃത്യം. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പൂർത്തിയാവുകയും കടം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉയർന്ന ESG സ്കോർ വലിയ വിദേശ ഫണ്ടുകളെ കമ്പനിയിലേക്ക് ആകർഷിക്കാൻ ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിലൂടെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ഒരു ഭാഗത്ത് കമ്പനി അവരുടെ മികച്ച വരുമാന വളർച്ച നിലനിർത്തുന്നുണ്ട്. ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിപുലീകരണ പദ്ധതികളും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും അവർ അതിവേഗം നടപ്പിലാക്കുന്നു. ഇത് ഭാവിയിൽ ഉൽപ്പാദന ചെലവ് കുത്തനെ കുറയ്ക്കാനും കമ്പനിയെ സ്വയം പര്യാപ്തമാക്കാനും സഹായിക്കും. ശരിയാണ്. എന്നാൽ മറുഭാഗത്ത് ഈ വികസനത്തിനു വേണ്ടി അവർ വരുത്തിവച്ചിരിക്കുന്ന വലിയ കടബാധ്യതകളും 4ാം പാദത്തിലെ ലാഭവിഹിതത്തിലുണ്ടായ ഇടിവും നിക്ഷേപകർ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അതായത് കമ്പനി ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തീർച്ചയായും. ഹ്രസ്വകാലത്തേക്ക് ഈ കടബാധ്യതകളും പലിശയും ഓഹരി വിലയിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ 2029ഓടെ പൂർണ്ണമായ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന അവരുടെ ലക്ഷ്യം വിജയകരമായി പൂർത്തിയായാൽ ചിലവുകൾ ഗണ്യമായി കുറയുകയും ലാഭം കുതിച്ചുയരുകയും ചെയ്യും.
അപ്പൊ ലോങ് ടേമിൽ ഒരു സാധ്യതയുണ്ട്. അതെ. അതിനാൽ ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം പാരദ്വീപ് ഫോസ്ഫേറ്റ്സ് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു കമ്പനിയാണ്. ഒരു കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലവും ഭാവിയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ റിപ്പോർട്ടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഓട്ടമത്സരം ഒന്നുകൂടി ഓർത്തുനോക്കൂ. അത് വളരെ അനുയോജ്യമായ ഒരു ഉദാഹരണമാണ്. അതെ. കമ്പനി ഇപ്പോൾ വേഗത്തിലോടുന്നത് സമ്മാനം നേടാനല്ല, മറിച്ച് ഭാവിയിലെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള പരിശീലനമാണ്. എന്നാൽ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ നൽകാം. നമ്മൾ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളെക്കുറിച്ചും അതുവഴി സർക്കാരിന്റെ വളം സബ്സിഡി ബാധ്യത 2.41 ലക്ഷം കോടിയായി ഉയർന്നേക്കാമെന്നും സംസാരിച്ചല്ലോ. ഇത്രയും വലിയ സാമ്പത്തിക ഭാരം താങ്ങാനാകാതെ ഭാവിയിൽ സർക്കാർ തങ്ങളുടെ സബ്സിഡി നയങ്ങളിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തിയാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷേ സർക്കാർ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ വളത്തിന്റെ വില നിയന്ത്രണങ്ങളിലെ മാറ്റം വരുത്തുകയോ ചെയ്താൽ പൂർണ്ണമായും സ്വന്തമായി അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന PPL പോലൊരു കമ്പനിക്ക് അതൊരു വലിയ നേട്ടമായി മാറുമോ? മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിപണി മുഴുവൻ PPLന് സ്വന്തമാക്കാൻ കഴിയുമോ? അതോ വിപണിയിലെ മത്സരം കടുക്കുമ്പോൾ അവരുടെ ഈ പുതിയ വലിയ പ്ലാന്റുകളും കടങ്ങളും അതൊരു തിരിച്ചടിയാകുമോ? നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഈ ചോദ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം കൂടുതൽ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അതെ, അതാണൊരു നല്ല നിക്ഷേപകന്റെ ലക്ഷണം. അപ്പോ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.